ഇന്ന് യേശു ടൈർ സീദോൻ പ്രദേശത്താണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടെ കൂടുതൽ വിജാതീയരാണ്. വിജാതീയരെന്ന് പറഞ്ഞാൽ യഹൂദർക്ക് ഇഷ്ടമില്ലാത്തവർ, യഹൂദർ അവജ്ഞതയോടെ കണ്ടിരുന്ന കുറേ മനുഷ്യർ. ഈ മനുഷ്യരുടെ ഇടയിൽ നിന്നിട്ടാണ് യേശു സംസാരിക്കുന്നത്. യേശു സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും, യേശു എന്തിനാ എങ്ങനെയൊക്കെ പറയണേ, ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയോട് മോശമായിട്ട് സംസാരിക്കുന്നത്, നായ്ക്കൾ എന്നൊക്കെ പറയുന്നത്. കാര്യം എന്തായിരിക്കും? കാര്യം വളരെ സിമ്പിളാണ്. യേശുവിനോട് എപ്പോഴും ഒരു കൂട്ടം ഉണ്ടല്ലോ, ഈ കൂട്ടമൊക്കെ യഹൂദരാണ്. ഇവർക്ക് വിജാതിയോടുള്ള ഒരു അപ്രോച്ചുണ്ട്. അതായത് അവിടെയൊക്കെ നായ്ക്കളെ കണക്ക് ട്രീറ്റ് ചെയ്തിരുന്ന ഒരു മനസ്സ് ഇവർക്കുണ്ട്. ഒട്ടും വില കൊടുത്തിട്ടില്ല. ആ ചിന്താഗതി നന്നായിട്ട് യേശുവിനറിയാം. യേശു ഇപ്പോൾ ഒരു കോൺസെപ്റ്റിനെ തച്ചുടയ്ക്കാൻ പോവുകയാണ്. ഒരു കാലങ്ങളായിട്ട് പാരമ്പര്യമായി കൈമാറിയ ഒരു മതിൽക്കെട്ടിനെ തകർത്ത് കളഞ്ഞ് യേശു പുതിയൊരു കാര്യം തുടങ്ങാൻ പോവുകയാണ്. എന്നാൽ അങ്ങനെ പെട്ടെന്ന് തുടങ്ങാൻ പാടില്ല. ഉള്ളിൽ മാനസാന്തരം ഉണ്ടാക്കേണ്ട തുടക്കമായിരിക്കണം. ആർക്ക് മാനസാന്തരം? കൂടെയുള്ള യഹൂദർക്ക്. അതുകൊണ്ട് യേശു അവരുടെ ഭാഷയിൽ അവളോട് സംസാരിച്ചു. എന്നാലേ അവളുടെ വിശ്വാസം എത്ര മനോഹരമാണെന്ന് യേശു കാണിച്ചു കൊടുക്കുകയാണ് കൂടെ നിൽക്കുന്ന യഹൂദരോട്. തൻ്റെ മകൾക്ക് പിശാച് ബാധിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് അവളെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ പിന്നാലെ നടക്കുമ്പോൾ ഇവരാരെക്കാളും വിശ്വാസവും വിശ്വാസത്തിൻ്റെ ആഴവും അവൾക്കുണ്ടെന്ന് ക്രിസ്തു കാണിച്ചു കൊടുക്കുകയാണ്. സുവിശേഷം അവസാനിക്കുന്നിടത്ത് ഒരു കാര്യം വളരെ മനോഹരമാണ്. മറ്റാരെക്കാളും ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്നേഹിച്ചവളും മറ്റാരെക്കാളും വിശ്വാസത്തിൽ ആഴപ്പെട്ടവളുമായിട്ട് ഇപ്പോൾ ആ കൂട്ടത്തിനിടയിൽ ആ സ്ത്രീ മാറുന്നുണ്ട്. ക്രിസ്തു വലിയൊരു മതിൽ തച്ചുടച്ച് കളഞ്ഞു. ഇതൊരു അത്ഭുതത്തിൻ്റെ കഥയല്ല, ഇത് രണ്ട് സമൂഹത്തെ ഒന്നാക്കി തീർത്ത കഥയാണ്. എല്ലാവരെയും ദൈവം തുല്യമായി കാണുന്നുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ കഥയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യരെ വേർതിരിച്ച് കാണുന്ന ഒരു രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. മനുഷ്യരെ പാലം പണിത് ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന രീതിയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിന് വിജാതിയരുന്നില്ലല്ലോ, എല്ലാവരും അവൻ്റെ സ്വന്തം ജനം തന്നെയാണ്. അതുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ എല്ലാവർക്കും ഒരേ ഇടം തന്നെയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.